നമുക്ക് ഇനി പത്തനംതിട്ട കഴിഞ്ഞാൽ കൊല്ലവും തിരുവനന്തപുരമാണ് നിർണായകമാണ്. ഈ തരംഗത്തിന്റെ കാര്യത്തിൽ ഒരു നിർണായകത്വം ഉള്ള രണ്ട് ജില്ലകൾ കൂടിയാണ്. കൊല്ലം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലെഫ്റ്റിനെ ഞെട്ടിച്ച ഒരു ജില്ലയാണ്. ഒരു 11 ഒരു സീറ്റ് പോലും കിട്ടാതെ സ്ഥലമാണ്. ഒരു സീറ്റ് ഉണ്ടായിരുന്നു കരുനാഗപ്പള്ളി. അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചുവരവ് ഒരുപക്ഷെ ഇടതു കോട്ട എന്ന് പറയുന്ന കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല അവിടെ BJP നല്ല ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊല്ലം വളരെ പ്രധാനമാണ്. അവിടെ UDF പ്രതീക്ഷിക്കാൻ കഴിയുന്ന കുണ്ടറയും കരുനാഗപ്പള്ളിയാണ് കഴിഞ്ഞ തവണ UDF ജയിച്ച സ്ഥലം. ചവറ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചവറ ജയിക്കും. കൊല്ലം അവിടെ പോകും. കൊല്ലം ജയിക്കും. അപ്പൊ തന്നെ അതായത് നഗര കേന്ദ്രീകൃതമായ കൊല്ലം അടക്കം 4 സീറ്റ് ഇത്തവണ കയ്യിൽ വരാൻ സാധ്യതയുണ്ട്. അതൊരു 6 വരെ ആകാനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത്. ചടയമംഗലം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചടയമംഗലം ഇരവിപുരം അതെ, അതുകൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചാത്തന്നൂരാണ് അക്കാര്യത്തിൽ ഒരു BJPക്ക് ആദ്യ ആ ഫൈറ്റിൽ അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. BJP ഒരു മന്ത്രിയുടെ വീടും കേട്ടോ പത്തനാപുരം. പത്തനാപുരം വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റ്. ഒരു മന്ത്രിയുടെ വീട് ഉറപ്പാണ്. ഒറ്റയടിക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് പോയ തിരുവനന്തപുരത്തിന്റെ കഥ എന്താണ്? അല്ലല്ല തിരുവനന്തപുരത്ത് കഴിഞ്ഞ എല്ലാ തവണയും ഈ നമ്മളെ ഭരണത്തെ കുറിച്ച് അല്ല ഞാൻ പറയാൻ വന്നത് ഒരു സീ വാട്ടർ അനാലിസിസിൽ ചങ്ങനാശ്ശേരി സാധ്യത UDF പറയുന്നു എന്നുള്ളതാണ്. പാലായും പറയുന്നു. നേരിയ മുൻതൂക്കമേ ഉള്ളൂ. ആർക്ക്? മാണിസിക്കാപ്പന്. ഞാൻ പറഞ്ഞ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പോകണമെന്നാണ് എന്റെ അഭിപ്രായം. നേരിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പോലും പാലായിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 2 തവണത്തെ ആന്റി ഇൻകംബൻസി MLA ഒന്നും കാര്യമായി ഒന്നും ചെയ്തില്ല മുതലായ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. എന്നിട്ടും ഈ UDF അനുകൂല ഒരു തരംഗത്തിന്റെ ഭാഗമായി ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു വേറൊരു പ്രത്യേക രീതിയിലുള്ള ഒരു കോമ്പിനേഷന്റെ ഭാഗമായിട്ടൊക്കെയാണ് അവിടെ കാപ്പൻ നേരിയ രീതിയിലും കടന്നു പോകുന്നത്. നേരിയ രീതിയിൽ കടന്നാലും അത് വലിയ കാരണമാണ്.